ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ മലപ്പുറം KSEBിലാണുള്ളത്. ഇന്നിപ്പോൾ 28-ാം തീയതി രാത്രി വെളുപ്പിന് 12:40 ആ സമയത്താണ് ഈ വീഡിയോ പിടിക്കുന്നത്. നമ്മുടെ മലപ്പുറം KSEBിയിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇത് കണ്ട പിള്ളേരൊക്കെ ആയിട്ട് വന്ന് തോളത്തിട്ടിട്ട് വന്നിരിക്കുന്നത്. കാരണം വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. എല്ലാവരും തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. പല പല സ്ഥലങ്ങളിലായിട്ട് മുളകുകാട്, പനമ്പുകാട്, വൈപ്പിൻ, മലപ്പുറം, ഇളങ്ങുന്നപ്പുഴ എല്ലാ സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ വന്നിരിക്കും. ഇവന്മാർ ഗേറ്റും പൂട്ടി വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു മാർഗ്ഗമില്ല, ആരും വിളിച്ചിട്ട് റെസ്പോൺസും ചെയ്യുന്നില്ല. ഇവിടെ ഗേറ്റ് അടച്ചു വെച്ചിട്ട് ആൾക്കാർ വിളിച്ചിട്ട് ഇതാക്കണമില്ല. ഇവർ പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പണി ഇവന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ചൂട് ഉള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും റോഡ് ഷെഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഇവർ KSEBിലെ AEമാർ നമുക്ക് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ വാർഡിൽ വരുന്ന ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രക്ഷയില്ല, കയ്യിൽ നിന്ന് പോയി, എല്ലാവരും കയ്യിൽ നിന്ന് പോയിരിക്കുക. ചേട്ടാ എവിടെന്നാ അറിയണമെങ്കിൽ ഇത് തുറക്ക് ചേട്ടാ. ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ പറയാം. ചേട്ടാ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ചേട്ടാ ഇത് പൊതുസ്ഥാപനമല്ലേ, ഇതൊന്ന് തുറന്നിടാൻ പാടില്ലേ? ഇവിടെ പട്ടിനെ പോലെ വന്ന് ഗേറ്റിന്റെ വാക്കിലോ നിൽക്കണാണ്. ഇത് തുറന്നിട്. ഞങ്ങൾ പരിഹരിക്കാനായിട്ട് ഞങ്ങൾക്ക് ആ ജനലിൻ്റെ എവിടെയെങ്കിലും വന്ന് പറയണ്ടേ? ഞങ്ങൾ കംപ്ലൈന്റ് പറയണ്ടേ? ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ. ഇത് തുറക്ക്. നിങ്ങൾ ഇത് അടച്ചു വെച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ഞങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ തുറക്ക്, ഞങ്ങൾ അവിടെ ജനങ്ങൾക്ക് വന്ന് സംസാരിക്കാനേ. നിങ്ങൾ എഴുതി എടുക്കണ്ട. ഞാൻ പറയട്ടെ, എത്ര ആൾക്കാർ ഇവിടെ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നിങ്ങൾ ഒരു ബുക്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ മനക്കണക്കൊന്നും കൂട്ടി വെക്കണമല്ല. പല പല സ്ഥലങ്ങളിലായിട്ടാണ് ആൾക്കാർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളൊരു ബുക്കിൽ പോലും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഈ കാര്യങ്ങൾ. നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു? BSNL മാതിരി ആവണം. നീയൊക്കെ സൂയിസൈഡ് ചെയ്യണം, എന്നാലേ ശരിയാവും. ശാശി കിട്ടാതെ എന്നാലേ നീയൊക്കെ പഠിക്കും. ഇപ്പൊ കണ്ടില്ലേ BSNL, KSRTC അതേമാതിരി ഇതുകൂടെ ആവണം. എന്നാ നീയൊക്കെ പഠിക്കും. ഇവിടെ തുറന്ന് മാന്യമായിട്ട് വർത്താനം പറയാൻ പഠിക്കാതെ മനുഷ്യരോട് കാര്യം പറയാം. ഇന്ന പോലെ വരുവട്ടെ, ഇത്ര മണിക്കൂർ അല്ലെ ഇത്ര മിനിറ്റ്. ഈ ചൂടുകാലം നിനക്കൊക്കെ അറിയാലോ. ശമ്പളം കമ്പനിയാണ് കൊടുക്കണത്. കാരക്കാരുടെ കാശ് കൊണ്ടല്ലേ ഉണ്ടാക്കണത്. കൊള്ളക്കാശ് മേടിച്ച് ജീവിക്കുകയും ചെയ്യും. അത്രയും പെട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു. ഇത് വൈപ്പിൻ മലപ്പുറം KSEBിലെ കാഴ്ചകളാണത്. ആൾക്കാർ ഫുള്ള് കറണ്ട് പോയിട്ട് ട്രിപ്പായിട്ട് വന്ന് ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു റെസ്പോൺസും ഇല്ല, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഒരു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത പന്നികളാണ് പറയുന്നത്.